ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും, ദൈവം എന്തുകൊണ്ട് എന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുന്നില്ല എന്ന ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിലും, നിങ്ങളുടെ ജീവിതം എന്നും അങ്ങനെ ആയിരിക്കത്തില്ല. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. ദൈവമേ, ഞാൻ എത്രയും പ്രാർത്ഥിക്കുന്നു, ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചിട്ടും നീ എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? സാഹസ നിമിത്തം ഞാൻ ഇത്രത്തോളം നിന്നോട് നിലവിളിക്കുന്നു, നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ദൈവമേ, ഞാൻ ഇത്രയും കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഇത്രത്തോളം നിന്റെ സന്നിധിയിൽ അഭയയാചന കഴിച്ചിട്ടും അവിടുന്ന് എന്തുകൊണ്ട് എന്നെ രക്ഷിക്കുന്നില്ല? അവിടുന്ന് എന്തുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല? താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഹബക്കൂക്ക് പറയുന്നുണ്ട്, ദൈവമേ, നീ എന്തുകൊണ്ട് ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നു? അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഹബക്കൂക്ക് പറയുന്നുണ്ട്, പ്രൈസ് ഗോഡ്, ദൈവമേ, നീ എന്തുകൊണ്ട് കൈകെട്ടി നിൽക്കുന്നു? ഹല്ലേലൂയ. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും, മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇഴജാതി പോലെയും ആക്കുന്നതുമെന്ത്? പരാതികൾ. നിങ്ങൾ നോക്കി ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ, ഒരു മനുഷ്യൻ പ്രാർത്ഥനയാണ് സംഭവമെങ്കിലും പരാതിപ്പെട്ടി തുറക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ തൻ്റെ പരാതികളെല്ലാം താൻ പറയുകയാണ്. ദൈവമേ, നീ എന്തുകൊണ്ട് രക്ഷിക്കാതിരിക്കുന്നു? നീ എന്തുകൊണ്ട് 14-ാമത്തെ വാക്യത്തിൽ നീ എന്തുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നു? 8-ാമത്തെ വാക്യത്തിൽ നീ എന്തുകൊണ്ട് ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നു? നീ 13-ാമത്തെ വാക്യം വളരെ രസകരമാണ്. അതിനകത്ത് ദുഷ്ടന്റെ ദോഷം തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ, നീ എന്താണ് ഇങ്ങനെ വെറുതെ നിൽക്കുന്നതെന്നാ, കയ്യും കെട്ടി നിൽക്കുന്നതെന്നാണ് ഹബക്കൂക്ക് ചോദിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ പ്രവാചകനായ ഹബക്കൂക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രവർത്തിക്കാത്ത ദൈവം, രക്ഷിക്കാത്ത ദൈവം, സഹായിക്കാത്ത ദൈവം, നീതിമാനെ ന്യായം വിധിക്കുകയും ദുഷ്ടന്മാരെ എല്ലാം വളർത്തി മാനിക്കുകയും ചെയ്യുന്ന ദൈവം. ഇതൊക്കെ ഹബക്കൂക്കാണ് പ്രാർത്ഥിച്ചെങ്കിലും ഇപ്പോഴും നമ്മുടെ പരാതികളും ഇതൊക്കെ തന്നെയാണ്. ദൈവമേ, പ്രാർത്ഥിക്കാതെയും നിന്നെ അറിയാതെയും ഈ പുസ്തകത്തിൽ വിശ്വസിക്കാതെയും നടക്കാത്തവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. കൂടുതൽ അങ്ങേ അറിയുന്ന, അങ്ങേ സേവിക്കുന്ന, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുന്ന, അങ്ങേ വിശ്വസിക്കുന്ന എനിക്കാണല്ലോ കർത്താവേ പ്രശ്നങ്ങളെല്ലാം എന്ന് പറയുന്നവർ ഹബക്കൂക്കിനെ പോലെ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നില്ലേ? കർത്താവേ, ദുഷ്ടന്മാരെല്ലാം രക്ഷപ്പെട്ടു പോവുക, നീതിമാന്മാരായവർക്ക് വലിയ പ്രതിസന്ധിയാ എന്ന് പറയുന്നവരില്ലേ? ദൈവം തമ്പുരാനെ, നീ എന്താ ഇങ്ങനെ കൈയും കെട്ടി ഇരിക്കുന്നേ? ഒന്ന് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചുകൂടെ എന്ന് ഹബക്കൂക്കിനെ പോലെ ചോദിക്കുന്നവർ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്നില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഈ 3 അധ്യായങ്ങളും ഹബക്കൂക്കിന്റെ ജീവിതവും നമ്മുടെ ഓരോരുത്തരുടെ ലൈഫുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ ഹബക്കൂക്ക് ദൈവത്തോട് പറയുന്നത്, നീ രക്ഷിക്കാതിരിക്കുന്നതെന്ത്? നീ പ്രവർത്തിക്കാതിരിക്കുന്നതെന്ത്? നീ ദുഷ്ടന്റെ ദോഷം കണക്കിടാതിരിക്കുന്നതെന്ത്? നീ വെറുതെ നോക്കി നിൽക്കുന്നതെന്ത് എന്നതാണ് ചോദിക്കുന്നത്. എന്നാൽ ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൽ മിണ്ടാതിരിക്കുന്ന, അനങ്ങാതിരിക്കുന്ന, പ്രവർത്തിക്കാതിരിക്കുന്ന ദൈവത്തെ ഹബക്കൂക്ക് കാണുന്നു. എങ്കിലും 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നിങ്ങൾ നോക്കുമ്പോൾ, ചാപ്റ്റർ 2:2, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ആൻഡ് ദ ലോർഡ് answered me, യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിനകത്ത് പ്രവർത്തിക്കാതിരിക്കുന്ന, ചലിക്കാതിരിക്കുന്ന, മിണ്ടാതിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഹബക്കൂക്ക് കാണുന്നതെങ്കിലും 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവ എന്നോട് ഉത്തരം അരുളിയത്. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് ഈ 2 ചാപ്റ്ററുകളും. ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കുന്നു ആ പദം. ജീവിതത്തിൽ
എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ 2 ചാപ്റ്ററുകൾ. ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ചാപ്റ്ററും, ദൈവം മറുപടി പറയാൻ തുടങ്ങുന്ന മറ്റൊരു ചാപ്റ്ററും, ദൈവം മിണ്ടാതിരിക്കുന്ന ഒരു അധ്യായവും ദൈവം മിണ്ടി തുടങ്ങുന്ന ഒരു അധ്യായവും, ദൈവം കൈകെട്ടി നിൽക്കുന്നു എന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളും ദൈവം ഇറങ്ങി വന്ന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങുന്ന മറ്റൊരു സാഹചര്യവും. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഹബക്കൂക്കിനോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവന് മറുപടി കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഈ സന്ദേശം കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ട സഭയോട്, ദൈവമക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് ഞാൻ സ്നേഹത്തോടെ ആദരവോടെ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും, ദൈവം എന്തുകൊണ്ട് എൻ്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യുന്നില്ല എന്ന ചിന്തകൾ നിങ്ങളെ ഭരിക്കുന്നെങ്കിലും, നിങ്ങളുടെ ജീവിതം എന്നും അങ്ങനെ ആയിരിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു പദമുണ്ട്, എന്നും കണ്ണുനീരല്ല, എന്നും പട്ടിണിയല്ല, എന്നും പ്രതിസന്ധിയല്ല, എന്നും നിന്ദയല്ല, എന്നും വെല്ലുവിളിയല്ല, എന്നും തകർച്ചയല്ല. എൻ്റെ അവസ്ഥയെ ദൈവം മാറ്റുന്നൊരു ദിനം എനിക്കുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നൊരു 2-ാമത്തെ അധ്യായം എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ സാഹചര്യങ്ങൾ ദൈവം വ്യത്യാസം അയക്കുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഹബക്കൂക്കിനോട് സംസാരിക്കുന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം പറയാൻ തുടങ്ങുന്നു.